നമസ്കാരം. ടേക്ക് നോട്ട്സ്. ഓക്കെ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം മേഘ. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു എൻ്റെ വീട് പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഇന്ന് പാലക്കാട് സ്ലാങ്ങിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പാലക്കാടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയണ കാര്യം തന്നെയായിരിക്കും. പാലക്കാട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പാലക്കാടല്ല വേറെ ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് അത്ര പരിചയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് പാലക്കാട് സ്ലാങ്, പാലക്കാട് നേറ്റീവായിട്ടുള്ള ഒരാൾ സംസാരിക്കണ പോലെ സംസാരിക്കണം. അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്കാർ നമ്മളെങ്ങനെ അഭിസംബോധന ചെയ്യും. ഏട്ടാന്നല്ല, റോങ്. ചേട്ടാന്നല്ല, റോങ്. ഞങ്ങളെങ്ങനെ വിളിക്കുകയെന്ന് വെച്ചാൽ ഏട്ട, ഏയും അല്ല യായും അല്ല, ഏട്ട. കണ്ട, നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഇവിടെ ഒരു ഇത് കൊടുക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ വേർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരാളെ എങ്ങനെ വിളിക്കുക, ഏട്ട വിളിക്കുക. ഒരാളെ നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. പിന്നെ അടുത്തൊരു ഒരാളുടെ കണ്ടിട്ട് എന്താ വിശേഷം, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, ഇങ്ങനെ ചോദിക്കണം പാലക്കാട്. എന്താണ്ടാ ഉണ്ണി, ഇങ്ങനെയാണ് അവിടെ ചോദിക്കുക. ഹുഗീൻ, വെരീൻ, ഇങ്ങോട്ട് വന്നോട്ടോളീൻ, ഈ ലാസ്റ്റ് ഈ എന്നിട്ട് യൂസ് ചെയ്യണം. നമ്മൾ കുറച്ചൊരു എന്താ പറയുക റെസ്പെക്റ്റ് പോലെയാണ്. അപ്പം നമ്മൾ വയസ്സായ അമ്മമ്മമാരുടെ അടുത്തൊക്കെയാണ് ഇങ്ങനെ, ഞാനൊക്കെ എൻ്റെ അമ്മമ്മമാരുടെ അടുത്ത് വയസ്സിന് മുതിർന്ന ആൾക്കാരുടെ അടുത്തൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കുക. ഇങ്ങോട്ട് വരീൻ, ഞാൻ നാളെ വരാട്ടോളീൻ, ഞാൻ കടയിൽ പോയിട്ട് വരാട്ടോളി, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. നമ്മൾ കുറച്ച് നമ്മുടെ വയസ്സിന് മൂത്ത ആൾക്കാരോടായിരിക്കും ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഒരാൾ നമ്മൾ വിളിക്കണത് പഠിച്ചു എങ്ങനെയാണെന്ന്, റെസ്പെക്ട്ഫുള്ളി മുതിർന്ന വലിയ ആൾക്കാരോട് സംസാരിക്കണത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി സംസാരിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയണ കാര്യം ലൈക്ക് ഇങ്ങനെ ഇപ്പോൾ എന്താ ഇവിടെ പറയണത് എനിക്ക് മനസ്സിലാവണമല്ലോ, അല്ലെങ്കിൽ എന്താ ഇവൻ പറയണത് എനിക്ക് മനസ്സിലാവണമല്ലോ, ഇങ്ങനെ നമ്മൾ പറയും. പക്ഷെ ഞങ്ങൾ പാലക്കാടുകാരെ എങ്ങനെയാണ് പറയുന്നത്, എന്താ ഈ ചെക്കൻ കൂട്ടം കൂടുന്നത്, എന്താ ഈ പെണ്ണ് കൂട്ടം കൂടുക. ഒരു 5-6 പേര് ഇങ്ങനെ ഇരുന്ന് കൂട്ടമായിട്ട് സംസാരിക്കുന്നതിനായിരിക്കും ലൈക്ക് പാലക്കാട്, അല്ലാണ്ട് ബാക്കിയുള്ള ജില്ലയിൽ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് അങ്ങനെയായിരിക്കും കൂട്ടം കൂടുന്നത് പറയുമ്പോൾ തോന്നുക. പക്ഷെ ഞങ്ങൾക്ക് കൂട്ടം കൂടുന്നത് പറഞ്ഞാൽ ഈ കൂട്ടം കൂടുന്നത് തന്നെ. കൂട്ടം കൂടുക ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൂട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഈ പെണ്ണ് കൂട്ടം കൂടുകയാണ്, അല്ലെങ്കിൽ എന്താ ഈ ചെക്കൻ ഒരു കൂട്ടം കൂടുകയാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നതിനെ അല്ലെങ്കിൽ പറയണതിനെയൊക്കെ പറയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ, കൂട്ടം കൂടുക. അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വേർഡായിരിക്കും കൂട്ടം കൂടുക എന്ന്. സംസാരിക്കാന്ന് അധികം ആരും പറയാറില്ല. ഓക്കെ, ഇതാണ് സംസാരിക്കണത് അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളതിന് പാലക്കാടുകാർ യൂസ് ചെയ്യുന്നതാണ് കൂട്ടം കൂടുക. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചോദിക്കണം. ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണം, നമ്മൾ ഓ തന്നെ, അല്ലെങ്കിൽ ഓ നമ്മൾ പറയണം. ഫുഡ് കഴിച്ചു, കഴിച്ചു എന്ന് അപ്പോഴേ കഴിച്ചു. ഇന്നലെ എത്ര മണിക്ക് വീടെത്തി, ഞാൻ ഇന്നലെ ഒരു 8 മണിയാകുമ്പോഴേക്കും വീടെത്തി. എന്താണ് സുഖമല്ലേ, സുഖം. ഇങ്ങനെ ഓ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ സംസാരിക്കുക. ഓ എന്ന് ചോദിച്ചാലും ആദ്യം ആൻസർ എന്ന് പറയുന്നത് ഓ ആയിരിക്കണം. ഇന്നലെ ഞാൻ അത് കൂടെ വരുന്ന സമയത്ത് പുസ്കൻ അങ്ങോട്ട് പോയി. അപ്പം അടുത്ത വേർഡാണ് പുസ്കന്. ലൈക്ക് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് അത് വീണു, അല്ലെങ്കിൽ പുസ്കന് പോയിന്ന്. എന്നിപ്പോൾ എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അതങ്ങനെ പെട്ടെന്ന് വഴുതിപ്പോയി, പെട്ടെന്ന് വീണുപോയി. എൻ്റെ കയ്യിൽ ആ ഗ്ലാസ് പുസ്കൻ അങ്ങോട്ട് പോയി. ഇങ്ങനെയാണ് പാലക്കാടുകാർ പറയാം. പിന്നെ വിട്ടു അല്ലെങ്കിൽ കഷ്ടപ്പാടായിരുന്നു അങ്ങനെയൊക്കെ പറയണത് ഞങ്ങൾ പാലക്കാടുകാർ പറയണതെന്ന് വെച്ചാൽ ചീരഴിഞ്ഞു. ഇന്നലെ അവിടെ പോയിട്ട് അങ്ങോട്ട് വയ്യാണ്ടായി ചീരഴിഞ്ഞു ഞാൻ. അതായത് നമ്മളെ ചുറ്റിപ്പിച്ചു അല്ലെങ്കിൽ വലച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് ഞങ്ങൾ പാലക്കാടുകാർ പറയുന്നതാണ് ചീരഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുറേ ചുറ്റിത്തിരിഞ്ഞു എന്നൊക്കെ പറയണ പോലെ ഞങ്ങൾ ചീരഴിഞ്ഞു എന്നെല്ലാം അങ്ങോട്ട് പോകും. പിന്നെ കുറച്ച് വാക്കുകൾ പറയാം. പിന്നെ എല്ലാവരും പറയുമെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ മണ്ട കായണു എന്ന് പറയും, ലൈക്ക് തലവേദനിക്കണു എന്ന് പറയണം. അതായത് മണ്ട കായണു അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് പാലക്കാട്. എല്ലാവരും യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളവിടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. തലവേദനിക്കണു മണ്ട കായണു എന്ന് പറയും, തലവേദനിക്കണു എന്ന് പറയണം. പിന്നെ പറയണത് പപ്പായനെ ഞങ്ങളുടെ ഓമക്കായി എന്ന് പറയാം. പിന്നെ അതുപോലെ കൊയ്യാക്ക പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ മറന്നുപോയല്ലോ. അയ്യോ, കൊയ്യാക്കനെ എന്താ പറയുക, ഞങ്ങളുടെ കൊയ്യാക്കാന്ന് പറയാം. അതെന്താ പറയാന്ന് ഞാൻ മറന്നു കഴിഞ്ഞു. പക്ഷെ അതെന്തോ പറയും, വേറെ പറയും. ഇന്നലെ പുലർച്ചെ 3 മണിയാകുമ്പോൾ എണീച്ചു ഇങ്ങനെയൊക്കെ പറയുമല്ലോ. ഞങ്ങൾ പാലക്കാടുകാരെന്താ പറയുന്നത് വെച്ചാൽ ഇന്നലെ പെൽച്ചയ്ക്ക് ഞാൻ 3 മണിയാകുമ്പോൾ എണീച്ചു, ഇങ്ങനെയാണ് ഞങ്ങളവിടെ പറയാം. പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് അല്ലെങ്കിൽ എന്ത് പറ്റി, എന്താ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ പാലക്കാടുകാർ ചോദിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്ടാ അല്ലെങ്കിൽ എന്താണ്ടി. ഇവിടെ നമ്മൾ കുറച്ചൊരു ഇത് കൊടുക്കണം,
എന്നിട്ട് നമ്മൾ ചോദിക്കണം അപ്പോൾ എന്താണ്ടാ എന്ത് പറ്റി എന്താ ഉണ്ടായി ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.